ഒരു CA ഫാക്കൽറ്റി ആണ്, അതേപോലെ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്താണെന്നുള്ളതും ഇതെങ്ങനെയാണ് ആസ് യൂഷ്വൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതും മാർക്കിംഗ് സ്കീം ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇതെല്ലാം സാറ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു സെഷൻ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ സർ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് CA ഫൗണ്ടേഷൻ എക്സാം എഴുതി റിസൾട്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ ഡയറക്റ്റ് എൻട്രി കംപ്ലീറ്റ് ചെയ്ത് ഡയറക്റ്റ് എൻട്രി വഴി ജോയിൻ ചെയ്ത കുട്ടികളും ഉണ്ട്. അപ്പം വളരെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ ഈ ഒരു സെഷൻ എടുക്കാം. സർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ എന്റെ സ്ക്രീൻ ഷെയർ ഒന്ന് എവിടെ ആക്കണേ. സ്ക്രീൻ ഷെയർ ഡിസേബിൾ ആണ് നിലവിൽ. ഹലോ സർ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, സാറിന് ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഹലോ ക്ലിയർ ആണ് സാറിന് ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റുന്നു, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Just a minute. Yeah. So currently it's possible. പറ്റുന്നുണ്ട്. എന്തായാലും താങ്ക് യു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഹലോ. യെസ് സർ. ഓക്കെ. Just a minute. നെറ്റ്വർക്ക് ഒന്ന്. Okay. So, hello all. By the way, good evening. So, I think everybody is fine. First of all, I'll introduce myself. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്നവര് ബൈ ദ വേ ഫൗണ്ടേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി സ്കീം കഴിഞ്ഞ് ഒരു ഇന്ററിനെ പെർസ്യൂ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അവർക്ക് നമ്മുടെ സബ്ജക്ട്സിനെ കുറിച്ചിട്ടും എൻ്റെ ഒരു CA ഇന്ററിനെ കുറിച്ചിട്ട് ഒരു ബയോ തരിക എന്നുള്ളതാണ് ബൈ ദ വേ നമ്മുടെ റോള്. ആൻഡ് ബിഫോർ ദാറ്റ് പേഴ്സണലി ഐ ആം റംഷാദ്. ഞാൻ മലപ്പുറത്താണ് ആക്ച്വലി. And I'm a practicing chartered accountant for the last 2 years, and I've been in teaching for the last 4 years. I do teach because I love it. Because for me, it's like a great opportunity. Because നിങ്ങളെ പോലെയുള്ള യങ്സ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് for me it's a great opportunity. So that's why I'm do teaching, and yeah, that's it. So ടീച്ചിങ്ങില് ഞാൻ തിരഞ്ഞെടുക്കാറ് എപ്പോഴും CA ഇന്റർ ആൻഡ് ഫൈനൽ ലെവലിലെ ഒന്നെങ്കിൽ ഫൈനൽ ലെവലിലെ FR പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇന്റർ ലെവലിലെ അക്കൗണ്ട്സ് പേപ്പേഴ്സ്. ദിസ് ഇസ് വാട്ട് ഐ യൂഷ്വലി ഡു. റാൻഡംലി ഐ ഗോ ഫോർ ഫൗണ്ടേഷൻ. സോ വെറെവർ ഞാൻ ഡീൽ ചെയ്യുന്നത് അക്കൗണ്ടിങ് ആണ്. ബിക്കോസ് പേഴ്സണലി ഐ ലവ് ദിസ് സബ്ജക്ട്, and that's why I took accounting, right? So that's all about myself. I think nearly 43 participants, and we have a short duration, maybe 30 to 45 minutes, maximum ഒരു 1 hour എന്നാണ് പറഞ്ഞേ. അപ്പൊ അതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഹലോ, ക്ലിയർ ആണ് സർ. ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സബ്ജക്ട് ഇൻട്രോ കൊടുക്കുക എന്നുള്ളതാണ്. റെഡി? സോ എസ്പെഷ്യലി അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട്. ആൻഡ് ദെൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സ്പെഷ്യലി ഒരു CA സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു നെക്സ്റ്റ് ലെവൽ 2 മൂവ് ചെയ്യുമ്പോൾ
ഫ്രം മൈ എക്സ്പീരിയൻസ് നിങ്ങൾ ഇതിനെ എങ്ങനെ സീക്ക് ചെയ്യണം ആൻഡ് ദെൻ എൻറ്റയർ CA കരിയർ വൈസ് നിങ്ങൾ ഇതിനെടുക്കണം എന്നുള്ള ഒരു സ്മോൾ ക്ലാരിറ്റീസ് ഇതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വിത്തൗട്ട് ടു മെനി ഡിലേസ് വി ക്യാൻ മൂവ് ഓൺ. ഫസ്റ്റ് ഇപ്പൊ നമ്മുടെ പേപ്പർ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. റെഡി? അപ്പോ അതില് നമുക്ക് നിലവില് ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ബൈ ദ വേ ബിഫോർ കമ്മിങ് ടു അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് ഇപ്പൊ നമ്മൾ ത്രൂ ഔട്ട് ഇഫ് യു ടേക്ക് ദ സബ്ജക്ട് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രം ദ +1 ഓൺവേർഡ്സ് ടിൽ ദ ഫൈനൽ ലെവൽ ആൻഡ് ഈവൻ ആഫ്റ്റർ ദ ഫൈനൽ ലെവൽ നമ്മൾ വർക്ക് ലെവലിൽ അപ്ലൈ ചെയ്യുന്നതും 4 പ്രോസസ്സാണ് മാക്സിമം. ഐ എം നോട്ട് ടേക്കിംഗ് ദ ക്ലാസ് ബൈ ദ വേ, ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല. ബട്ട് ബിഫോർ ഗിവിംഗ് എ ലോഞ്ച് ടു ദിസ് സബ്ജക്ട് ഐ ഹാവ് ടു മെൻഷൻ എന്താണ് അക്കൗണ്ട്സ്, എങ്ങനെയാണ് അക്കൗണ്ട്സിന് സീക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഇപ്പോ we have 4 process by the way. Ready? So അപ്പോ ഫസ്റ്റ് ജേണൽ, ആ ജേണലിനെ കണക്ട് ചെയ്തിട്ടാണ് ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോ ബൈ ദ വേ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ ഫൈനലി ആ അക്കൗണ്ടിങ് യൂസേഴ്സിന് 2 ഔട്ട്പുട്ട് ആയിട്ട്, അതായത് P&L, ബാലൻസ് ഷീറ്റ് ആൻഡ് അതർ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് മാറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കവർ ചെയ്യുന്നത് 4 പ്രോസസ്സിലൂടെയാണ്. അപ്പൊ നമ്മൾ അക്കാഡമിക്കൽ സിലബസ് സെറ്റ് ചെയ്തിട്ടത് ഒരു കുട്ടിയെ ഇനീഷ്യലി, അതായത് ഫൗണ്ടേഷൻ ലെവലിൽ ട്രാക്ക് ചെയ്യുന്നത് ഈ കുട്ടിക്ക് ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ആൻഡ് ബിഗ് ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ് ക്ലാരിറ്റി ആണ് CA ഒക്കെ ഇപ്പോ ഫൗണ്ടേഷൻ സിലബസിൽ. ഇപ്പൊ നിങ്ങൾ തന്നെ ഫൗണ്ടേഷനിൽ കാണുന്നത് ഈ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് അലോങ് സൈഡ് ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സം ബിഗ് സ്പെഷ്യൽ ട്രാൻസാക്ഷൻ. ഇത് ഓൾറെഡി പഠിച്ച് സെറ്റായ ഒരു ഫൗണ്ടേഷൻ കുട്ടിയെ നമ്മൾ ഇന്റർലോട്ട് സിലബസ് വൈസ് ആയിട്ട് കൊണ്ടുവരുമ്പോ വി ഡീൽ സം സ്പെഷ്യൽ മാറ്റേഴ്സ്. അതായത് ഇപ്പോ ബേസിക് മാറ്റേഴ്സ് ഇനി അവിടെ ഡീൽ ചെയ്യുന്നില്ല. ഈ ബേസിക് മാറ്റേഴ്സ് ഓൾറെഡി അറിഞ്ഞ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സം അഡ്വാൻസ്ഡ് മാറ്റേഴ്സ്. അപ്പൊ ഇതില് നമുക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കമ്പനി അക്കൗണ്ട്സ്, എസ്പെഷ്യലി കമ്പനിയുടെ ചില സ്പെഷ്യൽ മാറ്റേഴ്സ് ആയിട്ടില്ല അമാൽഗമേഷൻ, കൺസോൾട്ടേഷൻ, ഇന്ത്യൻ റീകൺസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള ബൈബാക്ക്, ഇസോപ്പ്, ഇങ്ങനെയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എക്സ്ക്ലൂസീവ്ലി കണക്ടിങ് ടു കമ്പനി മാറ്റേഴ്സ്, പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ണർഷിപ്പിനും ഒഴിച്ച് കമ്പനി മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നതാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നിയർലി ഒരു 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. സോ ദാറ്റ്സ് എ ബയോ ഓഫ് ദ എൻറ്റയർ സിലബസ് വി ഹാവ്. റെഡി? അപ്പൊ അതിലിപ്പോ നിങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ലൈനപ്പ് ആയിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നത്. ജസ്റ്റ് എ മിനിറ്റ്. സോ ഇതൊരു കോണ്ടന്റ് പേജ് ആണ് നമ്മുടെ. ഇതില് ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് ഓൾ അബൌട്ട് സ്റ്റാൻഡേർഡ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഇസ് ഓൾസോ അബൌട്ട് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. തേർഡ് മൊഡ്യൂള് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ മാറ്റേഴ്സ് ആണ്. സോ ഇതായിരിക്കും ഒരു ഔട്ട്ലൈൻ ഓഫ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. സോ ആക്ച്വലി ഈ അക്കൗണ്ട്സ് നിങ്ങൾ ഏത് സബ്ജക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ട്രബിൾ ഇല്ല, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. ബൈ ദ വേ, ഹലോ, 1-2 പേരൊന്ന് റെസ്പോണ്ട് ചെയ്യോ വോയിസ് ഓവറിൽ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഏത് സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒരു സബ്ജക്ട്സിനെ ഇപ്പോ അക്കാഡമിക്കലി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ സബ്ജക്ട്സിൽ ഒരു നല്ല സ്കോർ കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സിമ്പിൾ മന്ത്ര എന്നുള്ളത് ഐ പേഴ്സണലി സീക്ക്. ഇപ്പൊ നിങ്ങളൊരു സബ്ജക്ട്സ് ഗുഡ് സ്കോർ വാങ്ങാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സിമ്പിൾ തിങ്, ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡു. യു ഹാവ് ടു ലവ് ദാറ്റ് സബ്ജക്ട്. റെഡി? അതായത് ഇഫ് യു സ്റ്റാർട്ട് ടു ലവ് ദ സബ്ജക്ട് ഓട്ടോമാറ്റിക്കലി യു വിൽ വർക്ക് മോർ ഓൺ ദാറ്റ് സൈഡ്. ഇതാണല്ലോ കോമൺ. നമ്മൾ ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും യു വിൽ സ്പെൻഡ് മോർ ഓൺ ദാറ്റ് ടൈം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നിങ്ങളൊരു സബ്ജക്ട്സിനെ കൃത്യമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ യു സ്റ്റാർട്ട് ടു വർക്ക് മോർ ഓൺ ദ സബ്ജക്ട്. ഷുവർലി ഇഫ് യു സ്റ്റാർട്ട് ടു വർക്ക് മോർ ഓൺ ദ സബ്ജക്ട് ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. റെഡി? നോ ഡൗട്ട്. പക്ഷെ ഈ ലവ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. യുവർ തിയറി ഈസ് ഓക്കെ സർ, പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സംടൈംസ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, വലിയ വലിയ മാറ്റേഴ്സ് ഒക്കെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞ തിയറി ഒക്കെ കൊള്ളാം, പക്ഷെ ഇത് അങ്ങോട്ട് വാക്കാവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഏത് സബ്ജക്ട്സ് അറിഞ്ഞു പഠിക്കണമെങ്കിൽ, അതായത് ഇപ്പോ
നിങ്ങളുടെ സെൻസിന് ഓക്കെ ആവുന്ന ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ കെമിസ്ട്രി. ദാറ്റ് മീൻസ് നമുക്ക് പലപ്പോഴും പറ്റുന്നത് മേ ബി നമ്മൾ കേൾക്കുന്ന ഫാക്കൽറ്റിയുടെ ക്ലാസ് ആവട്ടെ അല്ലെങ്കിൽ സിലബസ് ആവട്ടെ, അത് നമുക്ക് സെൻസിബിൾ ആവുന്നില്ലെങ്കിൽ നമുക്കത് ലവ് അല്ലെങ്കിൽ ആ ലവ് മൊഹബത്ത് അവിടെ വർക്കാവില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ അക്കൗണ്ട്സ് ഫ്രം ഫൗണ്ടേഷൻ ടു ഫൈനൽ ആൻഡ് ഈവൻ ആഫ്റ്റർ ഫൈനൽ പ്രാക്ടിക്കൽ മാറ്റേഴ്സ് ഡീൽ ചെയ്ത് എന്നുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, അക്കൗണ്ടിങ് ഇസ് സംതിങ് വിച്ച് ഇസ് സെൻസിബിൾ ടോപ്പിക്സ് ആണ്. ഓൾ ഫ്രം ഫൗണ്ടേഷൻ ടു ടിൽ ഫൈനൽ ആൻഡ് ഈവൻ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ബുദ്ധിക്ക് കണക്ട് ആവുന്ന കാര്യങ്ങളാണ്. ദർ ഇസ് നോ റോക്കറ്റ് സയൻസ്. നിങ്ങൾ പറയുന്ന പോലെ വലിയ അധോലോക മാറ്റേഴ്സ് ഒന്നുമില്ല. സിമ്പിൾ മാറ്റേഴ്സ് ആണ്. ഡെയിലി നടക്കുന്ന ബിസിനസ് ലൈഫിൽ അതിനെ റെക്കോർഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന മാറ്റേഴ്സ് ആണ്. അപ്പോ എവിടെയാ പ്രശ്നം വെച്ചാൽ, ഒന്നെങ്കിൽ ഇപ്പോ ഫാക്കൽറ്റി ഇപ്പൊ നമ്മളടക്കം ഒന്നെങ്കിൽ മേ ബി ദ മിസ്റ്റേക്ക് ഫ്രം ദ സ്പീക്കർ സൈഡ്, ഒന്നെങ്കിൽ കൃത്യമായിട്ട് ആ സെൻസിബിൾ ആക്കുന്ന രീതി ഓഡിയൻസിലോട്ട് സെൻസിബിൾ ആവുന്ന രീതിയിൽ ചിലപ്പോൾ ഫാക്കൽറ്റിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് സെൻസിബിൾ ആയിട്ടും ഡെലിവർ ചെയ്തിട്ട് കൃത്യമായിട്ട് ലിസൺ ചെയ്യാത്ത കാരണം ആ രീതിയിൽ കണക്ട് ആവുന്നില്ല. ബട്ട് വൺ തിങ് ഇസ് ഷുവർ, അക്കൗണ്ടിങ് ഇസ് എ സെൻസിബിൾ ടോപ്പിക്. അപ്പൊ കൃത്യമായിട്ടും നമ്മുടെ ലോജിക്കിന് കണക്ട് ആവുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചുമ്മാ ഇഷ്ടപ്പെടാണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, കോൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡി ആവണം. സോ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാന് ഫൗണ്ടേഷൻ മുതൽ ഫൈനൽ വരെ ഏത് എക്സാം എഴുതുമ്പോഴും എന്റെ ഒരു സേഫ് സോൺ പേപ്പർ ആണ്. ഓൾ ദ ലെവൽ ഐ ഗോട്ട് അറ്റ്ലീസ്റ്റ് ഒരു 60+ ഞാൻ സ്കോർ ചെയ്ത പേപ്പറാണ് ഈ അക്കൗണ്ട്സ്. മാത്രമല്ല ഈ സ്കോർ എക്സാംഷൻ 70+ ഒക്കെ വാങ്ങിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോ, ജസ്റ്റ് എ മിനിറ്റ് ഞാനൊന്ന് ചാർജ് ചെയ്ത് ഓക്കെ. സോ വി ആർ ബാക്ക്. സോ ഇൻ ഷോർട്ട്, നിങ്ങൾ ഒരു സബ്ജക്ട്സിനെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെൻസിബിൾ ആയിട്ട് ഡെലിവർ ആവണം എന്നുള്ളതാണ്. ഇതിലെ സിമ്പിൾ ക്ലാരിറ്റി എന്താ വെച്ചാൽ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ഫൈനൽ ലെവൽ വരെ സെൻസിബിൾ ടോപ്പിക് ആണ്. ദാറ്റ്സ് മൈ ഡാം ഗ്യാരണ്ടി. പ്രോബ്ലം ഒന്നെങ്കിൽ ഡെലിവർ ചെയ്യുന്ന ആളുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ അടുത്തായിരിക്കാം. ബട്ട് നെവർ ബ്ലെയിം ദ സബ്ജക്ട്സ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഫൈനൽ ലെവൽ വരെ ഇതൊരു സേഫ് പേപ്പർ ആയിരുന്നു. മാത്രമല്ല, ഇത്ര സ്കോർ വാങ്ങാൻ ഞാൻ കമ്പയർഡ് ടു മറ്റ് സബ്ജക്ട്സിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര എഫേർട്സ് ഇല്ല. ബിക്കോസ് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സെൻസ് വർക്ക് ആവുന്ന രീതിയിൽ ക്യാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് ഇസ് വെരി ഈസി. ഇപ്പൊ മറ്റ് സബ്ജക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ആഡ് ഓൺ പോയിന്റ് ഞാൻ പറയാം. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ഒരു തിയറി ലോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് റിലേറ്റഡ് മാറ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ ടു ആൻ എക്സ്റ്റെന്റ് സംടൈംസ് നമ്മൾ പ്രൊവിഷൻസ് മാറ്റേഴ്സ് ഒക്കെ മഗ്ഗപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ പേഴ്സണലി എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഗ്ഗപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര താല്പര്യമില്ല പരിപാടിയല്ല, എന്നാലും വി ഡു. പക്ഷെ ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഗ്ഗപ്സ് ഒന്നും അധികം വേണ്ട കാര്യമില്ല. നമ്മൾ ആ കോൺസെപ്റ്റ് കണക്ട് ചെയ്താൽ വി സ്റ്റാർട്ട് ടു ഡു ദ പ്രോബ്ലംസ്. എങ്ങനെയാണോ ആ പ്രോബ്ലംസ് ഇത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇനീഷ്യലി പറയാനുള്ളത്, നിങ്ങളുടെ CA ഇന്ററിലെ ഏറ്റവും വൺ ഓഫ് ദ ലവബിൾ സബ്ജക്റ്റ് ആയിരിക്കും അഡ്വാൻസ്ഡ് അക്കൗണ്ട്. ദാറ്റ്സ് മൈ ഇനീഷ്യൽ ഗ്യാരണ്ടി. സോ ഇതാണ് സബ്ജക്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രോ ലെവലില് പറയാനുള്ളത്. സോ ബൈ ദ വേ, നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സ്കോറിംഗ് പേപ്പർ അലോങ് സൈഡ് പ്രാക്ടിക്കലി നമുക്ക് ആവശ്യമില്ലേ വൺ ഓഫ് ദ ടോപ്പ് പേപ്പറാണ് അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സൈഡ്. ഇപ്പൊ നിങ്ങൾ ഇൻകം ടാക്സ് ആവട്ടെ, GST ആവട്ടെ, മറ്റേത് സൈഡ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് സൈഡ് ആവട്ടെ, ഈ അതർ ഏരിയാസ് ഒക്കെ പഠിക്കണമെങ്കിൽ ഒരു കമ്പനീസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അക്കൗണ്ടിംഗ് മാറ്റേഴ്സിൽ നിന്ന് ബിൽഡ് ആവുന്നതാണ് ടാക്സേഷൻ. ദാറ്റ് മീൻസ് ഇഫ് ദർ ഇസ് നോ അക്കൗണ്ടിംഗ് വി കനോട്ട് ഡു ടാക്സ് ഫയലിംഗ്, റൈറ്റ്? സോ ഓൾ ദിസ്, നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴും സബ്ജക്ട് ആവശ്യമാണ്. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ആവശ്യമാണ്. സോ ഒന്ന് ഇതിന്റെ റെലവൻസ് ആണ്, ഒന്ന് ഇതിന്റെ നിങ്ങൾക്ക് സെൻസിബിൾ ആവുന്നത് കൊണ്ട് തന്നെ സബ്ജക്ട് ഇസ് സംതിങ് ലവബിൾ. ഇതാണ് ഇനീഷ്യലി എനിക്ക് പറയാനുള്ളത്. ഇനി
നമ്മൾ കണക്ട് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു, ട്രബിൾ ഒന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് ഫീൽ ലൈക്ക് എ റേഡിയോ ജോക്കി. ഞാൻ മാത്രം പറയുന്നു, നിങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ആ ഒരു വൈബ് നമുക്കും നിങ്ങൾക്കും ചിലപ്പോൾ ഫീൽ ആയിക്കൊള്ളുന്നില്ല. എന്തായാലും കുറഞ്ഞ ടൈമിൽ അതുകൊണ്ട് പോയിന്റ്സ് കൃത്യമായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ബൈ ദ വേ എല്ലാവരും ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ മക്കളെ? ഹലോ, ഓക്കെ, യാ, ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് ഇനീഷ്യലി എന്റെ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇന്റർ ലെവലിലോട്ട് കടക്കുമ്പോ ഇന്ററിനെ എങ്ങനെ സീക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ മെന്റാലിറ്റി. അതായത് ഇപ്പൊ നമ്മള് ഇപ്പോ ഓൾറെഡി നിങ്ങൾ ഫൗണ്ടേഷൻ എഴുതി നിൽക്കുകയാണ് പലരും. അപ്പോ ഓൾറെഡി ഒരു പോസിറ്റീവ് റിസൾട്ട് ഹോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഫൗണ്ടേഷൻ ഇനി ഫൗണ്ടേഷൻ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളോട് ഹൗ ഡു ഫീൽ അബൌട്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മുന്നേ കഴിഞ്ഞതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വി ഫീൽ ലൈക്ക് സംതിങ് ഈസി. പക്ഷെ അടുത്ത് വരാനിരിക്കുന്ന ഇന്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ദാറ്റ്സ് നോട്ട് സോ ഈസി. വി ഫീൽ ലൈക്ക് ദാറ്റ്. ഇപ്പൊ നമ്മള് 9ാം ക്ലാസ്സിലായിരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ ചേട്ടന്മാരെ നോക്കിയിട്ട് പറയാറുണ്ട്, SLC സംതിങ് അല്ലേ, ഒരു നൈറ്റ് മെയർ ആയിട്ട് ഇങ്ങനെ കണക്കാക്കാറുണ്ട്. കഴിഞ്ഞു പോയത് സംതിങ് ഈസിയും വരാൻ പോകുന്ന ടാർഗറ്റ് സംതിങ് ചലഞ്ചിങ്ങും ആയിട്ടാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ്. അത് സ്വാഭാവികമായിട്ട് നിങ്ങളൊരു ഗെയിം കളിക്കുമ്പോൾ ലെവൽ 1ൽ നിന്നും ലെവൽ 2ലോട്ട് പോകുമ്പോ ലെവൽ 1 ജയിച്ചാക്ക് ലെവൽ 1 വാസ് ക്വൈറ്റ് ഈസി, അതായിരിക്കും ഫീലിംഗ്. ലെവൽ 2ലോട്ട് വരുമ്പോ ഇത് സംതിങ് ഡിഫിക്കൽട്ട്. സോ തുടങ്ങി വരുമ്പോ, അതായത് ഏതും ഇത് ജസ്റ്റ് എക്സാം അല്ലെങ്കിൽ കരിയർ സൈഡ് മാത്രമല്ല, ലൈഫിൽ തന്നെ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഈസി ആണെന്നും വരാൻ പോകുന്ന ടാർഗറ്റ് സംതിങ് ചലഞ്ചിങ് ആണെന്നുള്ള ഫീല് ഇതെപ്പോഴും തരും. ഈ ഒരു ലെവൽ ചേഞ്ചിങ് റിസ്ക് തന്നെ ഇതിനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഐ തിങ്ക് ദർ ഇസ് നത്തിങ് ദർ. റെഡി, നിങ്ങൾ ഇന്റർ ക്രോസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇന്ററിലോട്ട് എൻ്റർ ചെയ്യുമ്പോ നമ്മളൊരു പുതിയ ലെവലാണ് എടുക്കുന്നത്. അപ്പൊ ആ ലെവൽ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ലെവൽ എടുക്കും. നിങ്ങൾക്ക് ഇപ്പോ SSLC കഴിഞ്ഞ് +1ലോട്ട് പോകുമ്പോ +1ൽ ഇരിക്കുന്ന അന്ന് +1 വാസ് സംതിങ്, ആ ഒരു ചലഞ്ച്, ആ സെയിം ഫീലിംഗ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. റെഡി, അതിനപ്പുറത്തേക്ക് ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഇമ്പോസിബിൾ ഫീലിംഗ് ആബ്സല്യൂട്ട്ലി നോ, അതിന്റെ കാര്യമില്ല. ഇതാണ് എനിക്ക് ബൈ ദ വേ പറയാനുള്ളത്. ഒരു ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. സോ അതിന് നിങ്ങൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെഡി, സോ ആക്സെപ്റ്റ്. നമ്മൾ ഒരു പുതിയ ചലഞ്ച് ഏറ്റെടുക്കാണ്. ഫൗണ്ടേഷൻ നിങ്ങൾ ക്രോസ് ചെയ്ത പോലെ തന്നെ വി ഷുവർലി ക്രോസ് ഇന്റർ 2. റെഡി, ഇനി ഇതാ ഹലോ, ഇന്റർ ആവട്ടെ ഫൈനൽ ആവട്ടെ, ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഹൗ ഡു യു ഫീൽ അബൌട്ട് CA. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ ക്വാളിഫൈ ചെയ്തോണ്ടേ എനിക്ക് പറയാം CA അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വേണമെങ്കിൽ പറയാം. ആക്ച്വലി നമുക്കറിയാം കാര്യങ്ങള്. പക്ഷെ ഇതൊരു നോർമൽ നാച്ചുർ ആണ്. സോ അത് തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതുള്ളൂ. റെഡി, ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾ എക്സാം മാറ്റേഴ്സ്, സിലബസ് മാറ്റേഴ്സ്, ഇതൊന്നും എനിക്കൊന്നും ഈ കുറഞ്ഞ സെഷനിൽ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ഒരാൾക്ക് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി എക്സാം പാറ്റേൺ, എക്സാം സ്ട്രാറ്റജി ഒന്നും എനിക്കൊന്നുമില്ല ഇപ്പൊ ഇത് പറഞ്ഞിട്ട്, കാരണം നിങ്ങൾ തുടങ്ങിയിട്ട് പോലും ഇല്ല. ആ ഒരു മൊമെന്റിൽ ഞാൻ എക്സാം അല്ലെങ്കിൽ പഠിക്കേണ്ട രീതി പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ബൈ ദ വേ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, CA ടഫ് ആണോ അല്ലെങ്കിൽ CA ഈസി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നോട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ പറയുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ CA is not easy, sure, but that does not make it a tough. CA is not easy, but that does not make it tough. അതുപോലെ തന്നെ സെക്കൻഡ് സെന്റൻസ്, CA is not tough, but that does not mean it is easy. I think this is a sharp answer. This is not something easy, but that does not mean it is tough. It is not something tough, but that does not mean it is easy. I think നമ്മൾ ഇവിടെ എന്നിട്ടൊരു ടഫർ ഫീൽ വരുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വോളിയം ഇസ് സംതിങ്, നമുക്കൊരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഒരു ഹെവി വോളിയം തീർക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് കുറച്ച് ടഫർ ഫീൽ ആവുന്നത് അല്ലെങ്കിൽ ചലഞ്ചിങ് ആവുന്നത്. അപ്പൊ ഈ വോളിയം ക്രാക്ക് ചെയ്യാനാണ്, അല്ലാണ്ട് കോൺസെപ്റ്റ് വൈസ്, കോണ്ടന്റ് വൈസ് ഐ തിങ്ക് ഇറ്റ്സ് ഈസി. നമ്മളിവിടെ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കുന്നില്ല.
ഒരു സ്വാഭാവികമായിട്ട് 18 മുതൽ 25ന്റെ ബുദ്ധിയിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ്സിന് അപ്പുറത്തേക്ക് ഒരു ബിഗ് ഡീൽസും നമ്മൾ ഇവിടെ പറയുന്നില്ല. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. ഇത് അറിഞ്ഞു പഠിച്ച് വീണ്ടും പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന, ഇത് ടീച്ച് ചെയ്യുന്ന എന്നുള്ള എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ബേസിക് പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ CA ക്വാളിഫൈ അല്ലെങ്കിൽ എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ബേസിക് എലിജിബിലിറ്റി എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പറയാറുണ്ട്, ഇറ്റ് റിക്വയർസ് എ ബേസിക് കോമൺ സെൻസ്. അതായത് ഇപ്പൊ നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ ഇത് ഇന്ന പോയിന്റിൽ ഡെബിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് കോമൺ സെൻസ്. അതില്ലെങ്കിൽ നിങ്ങൾ ഒരാൾ ഫൗണ്ടേഷൻ കവർ ചെയ്ത് ഇങ്ങോട്ട് വരില്ല, ഷുവർ, അത് ഓൾറെഡി എലിജിബിൾ ആണ്. സെക്കൻഡ് പോയിന്റ്, കമ്മിറ്റഡ് വർക്ക് ഇതിന് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷനിൽ ഒരു 2-3 മാസം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് അതിന് മസ്റ്റ് ആണ്. മേ ബി നിങ്ങൾ എത്ര ടാലന്റഡ് ആണെന്നുണ്ടെങ്കിലും ഈ തലേ ദിവസം ഈ വോളിയം ക്യാച്ച് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈം എങ്കിലും നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 3 ടൈം ഈ 8 അല്ലെങ്കിൽ 6 സബ്ജക്ട്സ് ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ടൈം വേണം. അപ്പൊ അതിന് നല്ല വൃത്തിക്ക് നല്ല ക്ലാസ് വേണം. ക്ലാസ് കിട്ടിയിട്ട് നമ്മുടെ കീനോട്ട്സ് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് ഒരു എക്സാമിനെ മുന്നേ കണ്ടിട്ട് വി മസ്റ്റ് ഹാവ് എ സ്ട്രാറ്റജി. സോ ആ ഒരു ഡ്യൂറേഷനിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് മസ്റ്റ് ആണ്. റെഡി? സോ ഇതിന് ആവശ്യമുള്ളൂ. ഒന്നൊരു ബേസിക് കോമൺ സെൻസ്, 2 ഒരു റെഡിനെസ് ടു വർക്ക്. ഇത് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ബെറ്റർ ടു ക്വിറ്റ്. ഇഫ് യു ആർ നോട്ട് റെഡി ടു വർക്ക് വിത്ത് ദ ടോപ്പിക്സ്, അല്ലെങ്കിൽ എടുക്കുന്ന പോർഷൻ പഠിക്കാനൊന്നും റെഡി അല്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നതാണ്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ഫോർ യു. റെഡി? ആൻഡ് ഫസ്റ്റ് പോയിന്റ്സ് ഓൾറെഡി എല്ലാവർക്കും എലിജിബിൾ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കുട്ടിക്ക് ഇരുന്ന് കുറച്ചു കാലം പഠിക്കാനുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് സംതിങ് ഡിയബിൾ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇത് ഞാൻ ഒരു എക്സ്ട്രോർഡിനറി പാക്കേജ് ഒന്നും ആയിരുന്നില്ല. ആബ്സല്യൂട്ട്ലി നോർമൽ ബാക്ക്ഗ്രൗണ്ട്, നോർമൽ അക്കാഡമിക്കൽ ട്രാക്ക്. ബട്ട് ഇത് നമ്മൾ ക്രാക്ക് ചെയ്തത് ഈ ഒരു 2 പോയിന്റ്സ് വെച്ചിട്ടാണ് എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ഇന്റർ ലെവൽ അല്ലെങ്കിൽ ഇനി ഫൈനൽ ലെവലിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മൈൻഡ് തോട്ട്സ് ആണ്, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ CA അല്ലെങ്കിൽ ഇന്റർ ആവട്ടെ, ഫൈനൽ ആവട്ടെ, കരിയർ ആവട്ടെ, ഇതിനെ എങ്ങനെയാണ് നിങ്ങളൊരു വിഷൻ ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മാക്സിമം നമ്മളൊരു 4.5 അല്ലെങ്കിൽ ഒരു 5 വർഷം മിനിമം സ്പെൻഡ് ചെയ്യും ഇതില്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ +2 കഴിഞ്ഞിട്ടൊക്കെ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ ഒരു ഗ്രാജുവേഷൻ സെറ്റപ്പിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാജുവേഷനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷനൊക്കെ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഈസി കരിയർ, ഒരു കംഫർട്ട് സോൺ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരുപാട് എന്റർടൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്ത് എന്റർടൈൻമെന്റ്സ്? അധികം എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ല. ഇന്ന് ലോ ആണെങ്കിൽ നാളെ അക്കൗണ്ട്സ്, കോസ്റ്റിംഗ്, ഇങ്ങനെ പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഡ്യൂറിങ് ദ സ്റ്റഡി ടൈം പലർക്കും വരുന്ന ഒരു മൈൻഡ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ഡിസിഷൻ റോങ് ആണോ? അതായത് നമുക്കൊരു ചില്ലിങ്ങും ഇല്ല, ഒരു വൈബിങ്ങും ഇല്ല, ഫുൾ ടൈം പഠിത്തം തന്നെയാണ്, അല്ലെ? സ്വാഭാവികമായിട്ടും ഈ ഒരു തോട്ട് പ്രോസസ് എന്നെയൊക്കെ അലട്ടിയിരുന്നു. നമ്മൾ എന്തിനത്രയൊക്കെ റിസ്ക് ഇരുന്നു? ബാക്കിയുള്ള എന്റെ കൂടെയുള്ളവരൊക്കെ ദേ ഹാവ് ലോട്ട് ഓഫ് ഫൺസ്, എന്റർടൈൻമെന്റ്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ അവരൊരു പോയിന്റ് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ, കോളേജ് അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു കരിയർ വൈസിലോട്ട് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിന് സ്റ്റിൽ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കൊരു കരിയറിൽ ഒരു മികച്ച സൈഡ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വി ഫീൽ ലൈക്ക് എ റിഗ്രറ്റ്സ്. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് ആക്ച്വലി നിങ്ങൾ ഈ 3, 4, 5 വർഷം എടുക്കുന്നത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പൊ എന്നെ യു ടേക്ക് മൈ കേസ്, ഞാൻ CA ക്വാളിഫൈ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ മേക്ക് ചെയ്യുന്ന മോണിറ്ററി ബെനിഫിറ്റ്, ഫൈനാൻഷ്യലി പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ മേക്ക് ചെയ്യുന്ന ഈ മോണിറ്ററി ബെനിഫിറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ലാസ്റ്റ് 5 ഇയർ എഫേർട്സ്. ആ 5 ഇയർ എഫേർട്സിൽ എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ആ സ്ട്രഗിളിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ക്വാളിഫൈ ചെയ്ത മൊമെന്റ് ഓൺവേർഡ്സ് പടച്ചോ നമുക്ക് ആയുസ് എന്നാണോ തരുന്നത് ആ മൊമെന്റ് വരെ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങളുടെ സ്ട്രഗിൾ ഈസ് ലിമിറ്റഡ്, അല്ലെങ്കിൽ സ്ട്രഗിളിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്, എക്സാം ക്ലിയർ ആവുക അല്ലെങ്കിൽ ഒരു ലെവൽ ക്രോസ് ചെയ്യുക എന്നതുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സ്ട്രെങ്ത് അല്ലെങ്കിൽ ബെനിഫിറ്റിന് ഒരു ഇൻഫിനിറ്റ് ലൈഫാണ്, അല്ലെ?
സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഈ 5 years എന്ന് പറഞ്ഞാൽ ജസ്റ്റ് an ഇൻവെസ്റ്റ്മെന്റ് ഫോർ നെക്സ്റ്റ് 30 years, അല്ലെങ്കിൽ പ്രോബബ്ലി എത്രയാണോ നിങ്ങൾക്ക് ദൈവം ആയുസ് തരുന്നത് അതിനനുസരിച്ച് ഡിപ്പെൻസ് ആയിരിക്കും. സോ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെ? നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് ഒരു 30 അല്ലെങ്കിൽ 40 ഇയേഴ്സിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് സീക്ക് ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയും പഠിക്കുകയും ഐ തിങ്ക് വളരെ റയർ ആണ്. അങ്ങനെ ആവുമ്പോ നമുക്കിത് വൃത്തിക്ക് കൃത്യമായിട്ട് പഠിക്കാനും കുറച്ചു കാലമൊക്കെ മാറ്റിവെക്കാനും പറ്റുന്നുള്ളൂ. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് പോയിന്റ്. യു ആർ ഇൻവെസ്റ്റിംഗ് യുവർ ടൈം. ഡോണ്ട് വെറി. This investment will give you a good return. From my experience, this is what I say. So you are investing your time. മറ്റ് കംഫർട്ട് സോണിലൂടെയൊക്കെ പോകുന്നവര് മേ ബി ദേ ആർ കൺസ്യൂമിങ് ദെയർ ടൈം. കൺസ്യൂമിങ് അല്ലെങ്കിൽ എക്സ്പെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്ലാങ്ങിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു കുഞ്ഞു കാലത്തേക്ക് ബെനിഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പെൻസ് എന്നും, അല്ല ഒത്തിരി കാലത്തേക്ക് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് കോൺസെപ്റ്റും ആണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് ഔട്ട്ഫ്ലോസും വെറീസും എന്റർടൈൻമെന്റ്സും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ട്രാക്ക് മാറും. റെഡി? സോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനിയൊന്നും അങ്ങനെയല്ല, അക്കാഡമിക്കലി ഒരു എക്സാം ചലഞ്ച് ഇല്ല. ഐ എം മെന്റലി ഫ്രീ. കരിയർ വൈസ് ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് എക്സാം വൈസ് ആയിട്ട് നോ, ഐ എം കംപ്ലീറ്റ്ലി ഫ്രീ. റെഡി? സോ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ. യു ആർ ഇൻവെസ്റ്റിംഗ്. അലോങ് സൈഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോ ഒരു ഫൗണ്ടേഷൻ ഒരു 3 year അല്ലെങ്കിൽ 5 years കൊടുത്ത് സ്വാഭാവികമായിട്ടും ജസ്റ്റ് എ മിനിറ്റ് 5 years കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ കഴിഞ്ഞ ഒരു 12 വർഷം +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ, ഈ 15 വർഷം നിങ്ങൾ ഇപ്പൊ ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഒരു നല്ല കരിയറിൽ എത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 12 വർഷം നിങ്ങൾക്ക് എന്ത് നേടിത്തന്നു? ഫൈനാൻഷ്യലി എന്ത് നേടിത്തന്നു? ഇപ്പൊ നിങ്ങൾക്ക് +2 നല്ല മാർക്ക് ഉണ്ട്, എന്തോ അതുകൊണ്ട് കാര്യം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള ആൻസർ ഇല്ല, അല്ലേ? വേണമെങ്കിൽ ഇപ്പം പറയാം എഡ്യൂക്കേഷൻ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മിനിമം സർട്ടിഫിക്കേഷൻ കിട്ടി എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 12 വർഷത്തെ ഇതുകൊണ്ട് റിസൾട്ട് ഇല്ലാണ്ടവരാണ്. ബട്ട് അതിന് പകരം നിങ്ങൾ ഒരു 4-5 വർഷം എടുത്ത് നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാണ് എങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ 3 വർഷത്തെ എഫേർട്ട് മാത്രമല്ല ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ഈ 5 വർഷത്തെ എഫേർട്ട് മാത്രമല്ല, പകരം ലാസ്റ്റ് 12 ഇയേഴ്സിന്റെ എഫേർട്ടും കൂടെ ക്യാപിറ്റലൈസ് ചെയ്യണം. ഐ തിങ്ക് ഐ ആം റൈറ്റ്, അല്ലേ? ദാറ്റ് മീൻസ് കഴിഞ്ഞ 12 വർഷം നിങ്ങൾ എന്ത് നേടി എന്നതിലെ ആൻസറും കൂടിയാണ് നിങ്ങൾ ഇതിലൂടെ, ഈ സ്ട്രഗിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കംഫർട്ട് സോണിലൂടെ, ഷോർട്ട് ഡ്യൂറേഷനിലെ ഡിസ്കംഫർട്ട് സോണിലൂടെ എടുക്കുന്നത്, അല്ലേ? സോ ദിസ് ഷുഡ് ബി യുവർ മെന്റാലിറ്റി. So you are investing your time for a next infinite years. Ready? Apo don't worry. നമുക്ക് സംടൈംസ് ഈ ഒരു ഡ്യൂറേഷനിൽ മേ ബി ടയർഡ് ആയിരിക്കാം, മെന്റലി ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് കളിയാക്കാം, ചിലപ്പോൾ അത് ഇത് നമ്മുടെ ഡിസിഷൻ തെറ്റാണോ എന്ന് തോന്നിപ്പോകുന്ന പല ടോക്കുകളും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഉണ്ടാവും. റൈറ്റ്? സോ ഇത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ആൻസർ കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു ലെവൽ ക്രോസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് ആൻസർ ഉണ്ടാവില്ല. പക്ഷേ ദ മൊമെന്റ് യു ക്വാളിഫൈഡ്, സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് വിൽ ഗിവ് ദ ആൻസേഴ്സ് ഓഫ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. സോ ബി ബോൾഡ്. യു ആർ ഇൻവെസ്റ്റിംഗ് യുവർ ടൈം. ദിസ് ഷുഡ് ബി യുവർ മെന്റാലിറ്റി. സോ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ ഓൺ എ സെക്കൻഡറി ലെവൽ. ടോപ്പിക് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിനെ പറഞ്ഞതിന് ശേഷം ഇതാണ് എനിക്ക് പറഞ്ഞ, പല കുട്ടികൾക്കും അങ്ങനെ ഒരു ഓളം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു സ്ട്രഗിളിനെ ആ ഒരു സെൻസിബിൾ പോയിന്റിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഐ തിങ്ക് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഹലോ, ആർ യു ഓക്കെ? Yes, sir. Hello. Okay. Yeah. That's it. I said related to subjects and I said നിങ്ങൾ എങ്ങനെയാണ് ഒരു നെക്സ്റ്റ് ലെവലിനെ കാണേണ്ടത് എന്നുള്ളതാണ്. സോ പിന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഈ CA ഡിഫിക്കൽട്ട് ആക്കാനുള്ള കാരണം കുട്ടികൾക്ക് ഐ തിങ്ക് നമ്മൾ ക്യാച്ച് ചെയ്യുന്നവർക്ക് ഒരു മെന്റൽ ഗെയിമും കൂടെയാണ്. അതായത് ഇപ്പോ സ്വാഭാവികമായിട്ടും നന്നായിട്ട് പഠിച്ചിട്ടും ചിലപ്പോൾ എക്സാം ഹോളൊന്നും അത്ര ഷൈൻ ചെയ്യാൻ പറ്റാത്ത പല കുട്ടികളും ഉണ്ടാവും.
ഇതിന്റെയൊക്കെ കാരണം ഐ തിങ്ക് ദേ ആർ നോട്ട് ഇമോഷണലി സ്ട്രോങ്. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഏത് ലെവൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും പേഴ്സണലി എനിക്ക് തരാനുള്ള ഒരു റിക്വസ്റ്റ് ഓർ സജഷൻ എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ബി ഇമോഷണലി സ്ട്രോങ്. അതായത് സ്വാഭാവികമായിട്ടും നിങ്ങളെടുത്ത ഒരു ബോൾഡ് ഡിസിഷൻ ആണ് ഇത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അപ്പുറത്തുനിന്ന് പല ടോക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ പറയും, ഒരു സെൽഫ് ഡൗട്ട് ഫീൽ ചെയ്യും, എനിക്കിത് പറ്റോ എന്നുള്ള രീതിയിൽ. സോ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ തനിയെ ഇമോഷണലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. അതായത് ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ആ ഫൗണ്ടേഷൻ ഇന്റർ ഫസ്റ്റ് അറ്റംപ്റ്റ്സിലൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ ഐ ടുക്ക് 2 attempts റെഡി. സോ അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു ഫെയിലിയർ വന്ന ടൈമിൽ നമ്മൾ എന്താ ശ്രദ്ധിച്ചിരുന്നത്, നമ്മളെ തന്നെ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അതായത് ഇപ്പൊ ഏത് മൊമെന്റിലാണോ പുറത്തുനിന്ന് പല സൈഡ്സും പല കാരണങ്ങളും ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളെ ലോഫ് ചെയ്യരുത് എന്നുള്ളതാണ്. നെവർ ലോഫ് യുവർ സെൽഫ്. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. കാരണം നിങ്ങളെ കളിയാക്കുന്ന പോയിന്റിൽ യു സ്റ്റാർട്ട് ടു ലൂസ്. നിങ്ങൾ തോറ്റു തുടങ്ങും എന്നുള്ളതാണ്. അത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ എൻ്റെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഞാൻ എൻ്റെ പ്രാക്ടീസിലാണെന്നുണ്ടെങ്കിലും വർക്ക് ലെവലിലാണെങ്കിലും ടീച്ചിങ് സൈഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പോകുന്നിടത്ത് ഇപ്പൊ ലെറ്റ്സ് സേ ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ക്ലാസ് എടുക്കുന്ന ടൈമിൽ പോകുന്നത് ഒത്തിരി ഓഡിയൻസ് ഉണ്ടാവും പല സൈഡിൽ നിന്ന്. ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പല ക്യൂരിയോസിറ്റി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതൊരു ചെറിയ പയ്യനല്ലേ, അയാൾക്ക് ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ള പല ക്യൂരിയോസിറ്റിയും ആദ്യ ക്ലാസ്സുകളിൽ ഉണ്ടാവാം. പക്ഷെ ആ മൊമെന്റിലൊക്കെ നമ്മളോട് പറയുന്നത്, എന്നെ കാണുന്നവർക്ക് എന്നെ കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടാവാം, ബട്ട് റംഷാദിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആബ്സല്യൂട്ട്ലി എന്നെ ഒരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ് ടു ലീവ്. റെഡി. സോ അത് എക്സാമിനാവുകയാണെങ്കിലും ലൈഫിൽ ഏത് പോയിന്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യതാണ്. നിങ്ങളെ കൃത്യമായിട്ട് ഇഷ്ടപ്പെടാനും അതുപോലെ നിങ്ങളെ ബിലീവ് ചെയ്യാനും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സാം ആണെങ്കിലും മറ്റെന്താണെങ്കിലും ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആവില്ല. സോ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ. ഒരിക്കലും നിങ്ങളെ കളിയാക്കി തുടങ്ങരുത്. മറ്റുള്ളവർക്ക് ലെറ്റ് ദി അതർ പീപ്പിൾ ക്യാൻ ഡൗട്ട് യു, ലെറ്റ് ദി അതർ പീപ്പിൾ ക്യാൻ ലവ് യു, ബട്ട് റിമെമ്പർ യു നെവർ ലവ് യുവർ സെൽഫ്, യു നെവർ ഡൗട്ട് യുവർ സെൽഫ്. റെഡി. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ ഇമോഷണലി. റെഡി. സോ ഇനി എനിക്ക് പറയാനുള്ളത്, സോ ബട്ട് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഇനി നിങ്ങൾ എസ്പെഷ്യലി അഡ്മിൻ സൈഡ് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻറ് സൈഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കണക്ട് ചെയ്യണം എന്ന് കരുതുന്ന എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നെങ്കിൽ ബൈ മെസ്സേജ് ഓർ ബൈ വോയിസ് ഓവർ. റെഡി. ഹലോ. റെഡി. സോ ബൈ ദ വേ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തായാലും സബ്ജക്ട്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഐ ഗേവ് ആൻ ഇൻട്രോ ടു ദ കോണ്ടന്റ് സൈഡ്. റെഡി. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ആൻഡ് സബ്ജക്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു മെന്റാലിറ്റിയും ഞാൻ പറഞ്ഞ് റെഡി. ഇതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഒരു 6 months എന്തായാലും നമ്മൾ ലൈവ് ക്ലാസ്സിൽ നിന്ന് കാണും ഷുവർ ആയിട്ടും. സോ എന്തായാലും അന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് എന്തായാലും പറയാം. സോ നമ്മളിപ്പോ പേഴ്സണലി ഞാൻ ക്ലാസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ക്ലാസ്സിൽ വരികയാണെങ്കിലും മുന്നിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത്, ആ ഓഡിയൻസ് ആക്ച്വലി ഒരു വലിയ പ്രതീക്ഷയായിട്ടാണ് വരുന്നത്. ആക്ച്വലി ആ വരുന്ന കുട്ടിയുടെ പ്രതീക്ഷ മാത്രമല്ല, ആ കുട്ടിയുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ അയൽവക്കത്തിലെ നൈബേഴ്സിന്റെ അടക്കം ഡ്രീം ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നിയർ സൊസൈറ്റിക്കും അത് ഗുണം ചെയ്യും. നോ ഡൗട്ട്. റെഡി. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ വരുന്ന എന്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് കുട്ടികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹോപ്പോടുകൂടെ വരുമ്പോ ക്ലാസ്സിൽ പോയി നമുക്കൊരു 99% കൊടുത്തു. പേഴ്സണലി ഐ എം നോട്ട് റെഡി ടു ഗിവ് 99%. വി മസ്റ്റ് ഗിവ് 100%. കാരണം നമ്മൾ അങ്ങനെ പ്രതീക്ഷയോടുകൂടെ വന്ന് നിൽക്കുന്ന കുട്ടിയുടെ മുന്നിൽ വി കനോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് 99. വി ഹാവ് ടു ബി വിത്ത് 100%. ദിസ് ഇസ് വാട്ട് ഐ
യൂഷ്വലി ട്രൈ. അത് അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദ ജഡ്ജ്മെന്റ് ഓഫ് ഓഡിയൻസ്. ബട്ട് ഐ ജെന്വലി ട്രൈ ആൻഡ് ഷുവർലി വരുന്ന നമുക്ക് ക്ലാസ്സിലും ഇതുപോലെയൊക്കെ കാണാം എന്ന് കരുതുന്നു. ഇനി എനിക്ക് അറ്റ് ദ എൻഡിൽ പറയാനുള്ളത്, ഐ തിങ്ക് ഐ സെഡ് സബ്ജക്ട്സ് പറഞ്ഞ് ഇന്റർ ആൻഡ് ബൈ ദ വേ, ഇപ്പോ ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന മോണിറ്ററി ആൻഡ് റെക്കഗ്നിഷൻ വൈസ് ആയിട്ടും CA എന്നുള്ള ടാഗ് ലൈൻ കൊണ്ട് തരുന്നത് ഐ തിങ്ക് നമ്മൾ പോലും അന്ന് ഡ്രീം ചെയ്യാത്ത പല കാര്യങ്ങളുമാണ്. റെഡി? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ തെരഞ്ഞെടുത്ത ഗ്രൗണ്ട് അടിപൊളിയാണ്. അത് സക്സസ്ഫുൾ ഒരു പോയിന്റിലോട്ട് എത്തിക്കേണ്ട കാര്യമേ ഉള്ളൂ. ബൈ ദ വേ, അറ്റ് ദ എൻഡ് ആണെങ്കിലും പറയാനുള്ളത് കൺഗ്രാറ്റുലേഷൻ അറ്റ്ലീസ്റ്റ് ഫോർ ടേക്കിംഗ് അല്ലെങ്കിൽ ചൂസിങ് ദിസ് കരിയർ. From my experience, this is a good ground. Ready? And ഇനി സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇപ്പൊ പല സൈഡിലും കുട്ടികൾ ഇപ്പൊ നമ്മൾ ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോ അൺനെസറിലി ദേ ആർ ടെൻസ്ഡ്. അതായത് ടോപ്പിക് പഠിക്കുമ്പോഴും പഠിക്കണം, അഗ്രി, നിങ്ങൾ എഫേർട്ട് എടുക്കണം, കുറച്ച് സമയം മാറ്റിവെക്കണം, പഠിക്കണം, ഇതൊക്കെ ശരിയാണ്. ബട്ട് ഐ തിങ്ക് ഇതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആൻഡ് യോർ ഫൺ സൈഡ് പറ്റാവുന്ന രീതിയിൽ ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട്, അതായത് പല കുട്ടികളും കാണുന്നത് ഇനി എനിക്കൊരു 3 വർഷം 4 വർഷം നല്ല സ്ട്രഗിൾ ആയിരിക്കും അല്ലെങ്കിൽ ആകെ ഒരു ബേർഡൻ ആയിരിക്കും എന്നുള്ളതാണ്. ആക്ച്വലി നോ. ഇപ്പൊ എനിക്ക് ഞാൻ കഴിഞ്ഞ 5 ഇയേഴ്സിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏരിയയിലൊക്കെ എല്ലാം ബാലൻസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ പഠിത്തു എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മള് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ യു ഹാപ്പി, അല്ലെങ്കിൽ ഓഡിയൻസിനോട് പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ആർ യു ഹാപ്പി വിത്ത് ദ ലൈഫ്, അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ സ്റ്റുഡൻസ് പറയുന്നതാണ് ഹാപ്പി ഒക്കെ തന്നെയാണ്, പക്ഷേ ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇന്റർ ഫൈനൽ അങ്ങോട്ട് കിട്ടിയാൽ നല്ലൊരു സെറ്റ് ആവുമായിരുന്നു. അതായത് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ ദേ ആർ നോട്ട് റെഡി ടു ബി ഹാപ്പി. ദേ വെയിറ്റിംഗ് ഫോർ സം നെക്സ്റ്റ് ടാർഗറ്റ്, അല്ലേ? സ്വാഭാവികമായിട്ട് ഇത് നിങ്ങളുടേത് എന്നല്ല, ഈവൻ നമ്മുടേത് അടക്കമുള്ള ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. വി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ടു ബി ഹാപ്പി. ഐ തിങ്ക് ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് സന്തോഷം കണ്ടെത്താം, ഫണ്ട് കണ്ടെത്താം എന്ന് കരുതുകയാണെങ്കിൽ ഈ ഡെസ്റ്റിനേഷൻ നിൽക്കാൻ പോകുന്നില്ല. അതായത് വൺസ് ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓൺ ആയിരിക്കും. That means if you qualified foundation, the moment you qualified, your mind say, hey, I have to take inter. The moment you qualified inter, the next target is automatically on, switch on. And നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഇനി നമുക്ക് ടാർഗറ്റ്സ് ഇല്ലേ എന്ന്. സ്റ്റിൽ വി ഹാവ് ടാർഗറ്റ്സ്. സോ ഈ ടാർഗറ്റ്സ് എല്ലാം മീറ്റ് ചെയ്ത് ഹാപ്പി ആവുക എന്ന് പറയുന്നത് ഐ തിങ്ക് ഇത് നടക്കാൻ പോകാത്ത കാര്യമാണ്. സോ ഓൾവേസ് ട്രൈ ടു ഫിഗർ ഔട്ട് ദ ഹാപ്പിനെസ് while we are on the journey. Don't wait for a destination. ഇതിപ്പോ ക്ലാസ് ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ കണക്ട് വിത്ത് ലോട്ട് ഓഫ് സ്റ്റോറീസ്. ബട്ട് ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ കണക്ട് ചെയ്യേണ്ട, അതായത് അടുത്തൊരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി ആയി നിൽക്കാം എന്നൊന്നും കരുതണ്ട. ചിൽ യുവർ മൊമെന്റ്സ് ആൻഡ് നിങ്ങളുടെ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് കൂടെ നല്ല എൻജോയ് ആയിട്ട് ഇതും പഠിക്കുക എന്നതാണ് ദിസ് ഷുഡ് ബി യുവർ സ്ട്രാറ്റജി. അല്ലാണ്ട് ഒരു ബേർഡൻ ആയിട്ട് എന്തൊക്കെയോ ലോക്കായി നിൽക്കുന്ന പോലെ പഠിക്കേണ്ട കാര്യമില്ല. ഫീൽ ഫ്രീ, അതിന്റെ കൂടെ വർക്ക് ചെയ്യാം. ആൻഡ് ബൈ ദ എൻഡ് പറയാനുള്ളത്, നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇപ്പൊ പേഴ്സണലി നമ്മളിപ്പോ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ 16 മണിക്കൂറൊക്കെ പഠിക്കുന്ന പോയിന്റില് നമ്മള് ഇമോഷണലി അത്ര ഡിസിപ്ലിൻ ആവാനുള്ള കാരണം വെൻ വി തിങ്ക് അബൌട്ട് അവർ ഫാമിലി. ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ടയർഡായിട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ കടന്നാൽ സ്വാഭാവികമായിട്ടും എങ്ങാനും ഈ അറ്റംപ്റ്റ് തോറ്റു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാമിലിയും ഹോപ്പ്ലെസ് ആവാണ്. സോ ഓൾവേസ്, അതായത് ഒരു 18 ഇയേഴ്സ് 20 ഇയേഴ്സ് നമ്മുടെ ഫാമിലി പാരന്റ്സ് നമ്മളിൽ തന്ന ഒരു ഇമോഷണൽ ലവ് ഉണ്ട്. ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു റീപേ. അതൊരു ഫൈനാൻഷ്യലി റീപേ ചെയ്യണം എന്നല്ല പറഞ്ഞേ, അത് അപ് ടു യുവർ ചോയ്സ്. യു ഹാവ് ടു ഗിവ് സം പ്രൗഡ് ഫാക്ടർ ടു യുവർ പാരന്റ്സ്, യുവർ ഫാമിലി, ബിക്കോസ് ദേ റിയലി ഡിസേർവ് ഇറ്റ്. ഇതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ യു കാൻ റെസ്റ്റ്. ദാറ്റ് മീൻസ് യു വിൽ ഗിവ് യുവർ 100%. ദാറ്റ്സ് ഇറ്റ്. സോ പതുക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സോ നമ്മുടെ മാം ഉണ്ടോ ഇവിടെ? സോ ഇനി ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഓക്കെ, സോ ഐ തിങ്ക് ഐ ഡെലിവേർഡ് വാട്ട് യു എക്സ്പെക്ടഡ് ഫ്രം മൈ സൈഡ്. തീർച്ചയായിട്ടും സർ, ആ ഒരു സബ്ജക്റ്റിനെ ഇത്രത്തോളം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതിൽ
എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഒരു അപ്രോച്ച് ഫസ്റ്റ് ടൈം അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെയധികം ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് സാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അതിന്റെ ഒരു നമ്മുടെ പ്രൊഫഷൻ ആൻഡ് എപ്പോഴും പറയുന്ന പോലെ ഈ എല്ലാ സബ്ജക്ട്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ പ്രൊഫഷൻ പ്ലസ് പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ സ്റ്റുഡൻസിന് ഇടയിൽ എന്തെങ്കിലും ഓക്കെ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഐ മീൻ അപ്കമിങ് നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്ട്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐ മീൻ ഇഫ് യു ഹാവ് എനി ക്വറീസ് യു ക്യാൻ ആസ്ക് അറ്റ് ദിസ് പോയിന്റ്. ഇങ്ങനെ തന്നെയല്ലേ മാം സെഷൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന? ഐ തിങ്ക് അതെ സർ, അതെ അതെ. ready. Yeah, that's it. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നിങ്ങൾക്ക് Okay, എന്തെങ്കിലും ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറായിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനി ഡൗട്ട്സ്, എന്തെങ്കിലും മെസ്സേജസ് ആയിട്ടോ സംസാരിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. എന്തായാലും ഷുവർ Okay, ആയിട്ടും ക്വയറീസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഒരു 6 മന്തിനുള്ളിൽ എന്തായാലും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് IIT-ൽ നിന്ന് കാണും എന്തായാലും. അപ്പോ നിങ്ങൾ എല്ലാവരും ആടെ ഉണ്ടാവണം. ഷുവർ ആയിട്ടും നമുക്ക് ഐ തിങ്ക് ഒരു ലവബിൾ ഈസി വേയിൽ തന്നെ സബ്ജക്ട്സ് കണക്ട് ചെയ്യാനും എക്സാം എഴുതാനും പറ്റും. സോ അന്ന് ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാം, നമുക്ക് എൻജോയ് ചെയ്തിട്ട് ക്ലാസ് കണക്ട് ചെയ്യാം. ദെൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാം നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? എങ്ങനെയാണ്? ഓക്കെ സർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സർ വൺസ് അഗൈൻ താങ്ക് യു ഫോർ കമ്മിങ്. നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു സപ്പോർട്ട്, ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ സാർ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. സോ വൺസ് അഗൈൻ താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റില് സാറിനെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം സാറിനെ, കൂടുതലായിട്ട് നമുക്ക് അറിയാനും പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു സർ. Okay. Thank you. All the best. Yeah.